ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന കുടംപുളിയില്ലേ, അതിൻ്റെ പച്ച കുടംപുളി കൊണ്ട് നമുക്കൊരു കിടിലൻ അച്ചാർ തയ്യാറാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുടംപുളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കുടംപുളി എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കുത്തു ചൊവയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. ഞാനൊരു പാനിൽ 5 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 6 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ അച്ചാർ കുറുകാനായി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 10 വറ്റൽമുളകും കൂടി സുർക്കിയിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചത് അരച്ചെടുത്തതാണ്. ഇതാണ് അതിൻ്റെ മിക്സ്. ഈ മിക്സാണ് നമ്മൾ ഈ അച്ചാർ കുറുകാനും അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടീൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 100 ഗ്രാം വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ കുടംപുളിയുടെ മരമൊക്കെ ഉള്ളവർ തീർച്ചയായും നമ്മുടെ ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും കുടംപുളിയാണെന്ന് പറയില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുടംപുളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ കുടംപുളിയിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് കുടംപുളിയുടെ കുത്തു ചുവയൊക്കെ നന്നായി മാറി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ചുള്ള വിനാഗിരി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമുക്ക് കുടംപുളിയിൽ കുറച്ച് പുളിയുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുടംപുളി അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുടംപുളി അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്